റിഷാദ് എന്നോടൊപ്പം ബഹ്റൈനിൽ നിന്ന് ചേരുന്നു. റിഷാദ് കേൾക്കാമോ? റിഷാദ്, എനിക്ക് ആദ്യം പറയേണ്ടത്, നിങ്ങളൊക്കെ എങ്ങനെയാണ്? സുരക്ഷിതരാണോ? ആശങ്ക എന്തെങ്കിലും ഉണ്ടോ? ആളുകൾ ഭയാശങ്കയിലാണോ? യുദ്ധഭീതി അവിടെ ഉണ്ടോ? എന്താണ് അവിടുന്ന് പറയാനുള്ളത്? ഞങ്ങളോടൊക്കെ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഞങ്ങളുടെ താങ്ക്സ് ഗോഡ് ഞങ്ങളെല്ലാവരും സുരക്ഷിതരാണ്. പിന്നെ ബഹ്റൈനില് ഞങ്ങൾക്ക് ഓൾറെഡി ആദ്യം അലേർട്ട് തന്നായിരുന്നു, ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടെന്ന്, എല്ലാവരും സേഫ് ആയിട്ടുള്ള സോണിലേക്ക് പോകണമെന്നാണ്. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം ഞാൻ വീട്ടിലെത്തി ഏകദേശം 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് പുറത്തുനിന്ന് നല്ല സൗണ്ട് കേട്ടു. അത് വീണ്ടും അറിഞ്ഞത് ജുഫേർ ഏരിയയിൽ നിന്നായിരുന്നു. അത് അമേരിക്കൻ ബേസിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമായിരുന്നു. അവരിപ്പോ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ആ ഭാഗം മാത്രമേ ഉള്ളൂ തോന്നുന്നു. സമീപത്താണോ ഉള്ളത്? അല്ല, ഞാൻ അവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് ഇവിടെ താമസിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കെല്ലാം അവിടെ പുക മൂടിയിട്ട് കിടക്കുന്നതൊക്കെ കാണാൻ പറ്റും. ആകാശത്ത് കറുത്ത പുക കാണുന്നുണ്ട്. ഇത് ആളുകൾ എന്താണ് അവിടെ പറയുന്നത്? വലിയ ആശങ്കയിലാണോ ജനങ്ങൾ, അതോ എങ്ങനെയാണ്? ഇപ്പോൾ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ആളുകളെല്ലാം പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ഇപ്പൊ ഒന്ന് സേഫായി. ഫസ്റ്റ് ടൈം ആയിരുന്നല്ലോ ബഹ്റൈനിൽ ഇങ്ങനത്തെ ഒരു സംഭവം. ഞങ്ങൾ ആദ്യമായിട്ടാണ്, ഞാനിപ്പോ 10-12 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്നത്. ഞങ്ങളൊക്കെ ആദ്യമായിട്ടുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊന്നും. പക്ഷെ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ ഗവൺമെന്റ് ഒക്കെ വളരെ സജ്ജമായിട്ട് തന്നെ നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. സേഫ് ഷെൽട്ടറെല്ലാം ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. മെസ്സേജുകൾ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. അത് പാലിക്കുക എന്നുള്ളതാണ് നിർദ്ദേശം തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും ഒടുവിലെ വിവരം അനുസരിച്ച് ബ്രിട്ടീഷ് എയർവേ ഫ്ലൈറ്റുകൾ പലതും ക്യാൻസൽ ചെയ്യുന്നു. ടെല്ലവീവിലേക്ക്, ബഹ്റൈനിലേക്ക് ഒക്കെയുള്ള ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ പദ്ധതി ഇട്ടിട്ടുണ്ടാകണം. അപ്പോൾ ഇതിൽ ബ്രിട്ടീഷ് എയർവേസ് ക്യാൻസൽ ഫ്ലൈറ്റ് ടു ടെല്ലവീവ്, ബഹ്റൈൻ എന്ന് പറയുന്നു. അവരെല്ലാം വളരെ സൂക്ഷ്മമായി സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. അപ്പോൾ മാർച്ച് 3 വരെ അവർ ഫ്ലൈറ്റ് സർവീസുകളെല്ലാം നിർത്തുന്നു. സേഫ്റ്റിയാണ് പ്രയോറിറ്റി എന്ന് വിമാന കമ്പനികൾ പറയുന്നു. അപ്പോൾ ആളുകൾ നാട്ടിലേക്ക് വരാൻ കാത്തുനിന്നവർ, പോകാൻ ഇരുന്നവർ, ഇതൊക്കെ ആകെ പ്രതിസന്ധിയിലാകുമോ റിഷാദ്? അങ്ങനെ വിവരം കേൾക്കുന്നുണ്ട്. അതെ, ആകെ പ്രതിസന്ധിയിലാവാനാണ് കാണുന്നത്. കാരണം ഒരുപാട് ആളുകളുടെ യാത്ര തടസ്സപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാം വ്യോമയാന ഗതാഗതങ്ങൾ നിർത്തിവെച്ചതായിട്ടാണ് ഞങ്ങൾ അറിയുന്നത് മൊത്തമായിട്ട്. ഓക്കെ, അപ്പോൾ ദുബായ് മീഡിയ ഓഫീസ് പറയുന്നത് സേസ് ഈസ് കണ്ടിന്യൂയിങ് ടു ഓപ്പറേറ്റ് സേഫ്. അപ്പോൾ അവിടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഇറാനിയൻ അറ്റാക്ക് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബഹ്റൈൻ എന്തായാലും ഇറാൻ്റെ ഒരു ലക്ഷ്യ കേന്ദ്രം തന്നെയാണ്. അത് പെട്ടെന്ന് ശാന്തമാകുമെന്ന് കരുതാനാകില്ല, അല്ലേ? അത് തന്നെയാണ് തോന്നുന്നത്. കാരണം ആദ്യമായിട്ട് വന്നത് ഇവിടെ ആയിരുന്നു. ആദ്യം ഇപ്രാവശ്യം ഖത്തർ കുറച്ച് ഡിലേ ആയിട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് തോന്നുന്നത്. പക്ഷെ ഫസ്റ്റ് ആയിട്ട് അടി കിട്ടിയത് ഇവിടെ ബഹ്റൈനിലായിരുന്നു. ഏകദേശം ഇവിടുത്തെ 10 മണിക്ക് തുടങ്ങി ഒരു 11:45 ആകുമ്പോഴത്തേന് ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ടുള്ള സൗണ്ട് കേട്ടത്. ഒരു 4-5 സൗണ്ട് കേട്ടായിരുന്നു. അപ്പോൾ ഈ മലയാളികൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ? ഗ്രൂപ്പുകളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സേഫ് ആയിട്ട് ഇരിക്കേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും കാര്യങ്ങളൊക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടുണ്ട്. എംബസി കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നമ്പേഴ്സും തന്നിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, എങ്ങനെ ആക്കണം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ടും എമർജൻസി നമ്പർ എല്ലാം ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. പക്ഷേ കുറച്ചു നേരം കൂടി എന്നോടൊപ്പം തുടരും. ഞാൻ 2-3 പ്രേക്ഷകർ കൂടി നമുക്കൊപ്പം വരുന്നുണ്ട്. ഞാൻ 1 മിനിറ്റ് അങ്ങോട്ടേക്ക് വരാം. ഇബ്രാഹിം കുട്ടി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ഇബ്രാഹിം കുട്ടി, ചുരുങ്ങിയ വാക്കുകളിൽ. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഡെവിൾ റഷസ് വെയർ ഏഞ്ചൽ ഫിയർ ടു ട്രെഡ്. അതായത് മാലാഖമാരെ കയറാൻ അറയ്ക്കുന്നിടത്ത് പിശാച്, സാത്താൻ ഓടിക്കയറുന്നു എന്ന് പറയും. മാലാഖമാര് കയറാൻ അറയ്ക്കുന്നിടത്ത് പിശാച് ഓടിക്കയറുന്നു. ഇപ്പൊ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. കാരണം ഹലോ, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ബിനോയ് എന്നോടൊപ്പം ചേരുന്നു, കൊല്ലത്താണ്. ബിനോയ്, ചുരുങ്ങിയ വാക്കുകൾ. ബിനോയ്ക്ക് ധാരാളം സുഹൃത്തുക്കൾ വിദേശത്തുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണ് ബിനോയ് അവിടെ നിന്ന് ആളുകളൊക്കെ പറയുന്നത് എന്താണ്? നമസ്കാരം മനു. അവരെല്ലാം ഭീതിയിലാണ്. ഇത് നമുക്കൊരു ആവശ്യമില്ലാത്ത, ലോകത്തിന് ആവശ്യമില്ലാത്ത ഒരു യുദ്ധമാണ് ഇപ്പൊ ട്രംപ് ചെയ്യുന്നത്. അത് ഇസ്രായേലിനെയും കൂടി കൂട്ടുപിടിച്ച്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമുണ്ട്. നമ്മളുടെ മാതൃരാജ്യം, നമ്മളുടെ ഇന്ത്യ മഹാരാജ്യം ഇതിലൊന്നും കൂട്ടുകൂടാതെ മാറി ഇസ്രായേലുമായിട്ടുള്ള എല്ലാ നയതന്ത്ര ബന്ധവും നമ്മൾ അവസാനിപ്പിക്കണം. ഇത് ഒരു രാജ്യത്തെ മാത്രം മുന്നോട്ടുകൊണ്ടല്ല, GCC മൊത്തം ഇപ്പൊ പ്രശ്നമാകുമ്പോൾ നമ്മളെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മളെ കേരളത്തെ ഒരുപാട് ബാധിക്കും. നമ്മളുടെ ഒരുപാട് സഹോദരന്മാരും സഹോദരികളും ഒക്കെ ഈ GCC-ന്നാണ് കൂടുതലും വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നത്. പക്ഷെ ഇത് ട്രംപിന്റെ ഒരു യുദ്ധക്കൊതിയാണ്. ഇതിനൊപ്പം ഇസ്രായേലുമാണ്. ആ ഇസ്രായേലിനോടൊപ്പം ശ്രീ കുര്യൻ എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ കുര്യൻ, ചുരുങ്ങിയ വാക്കുകൾ. എവിടുന്നാ വിളിക്കും? തൃശ്ശൂര്. ഞാൻ തൃശ്ശൂർ ടൗണിലാണ്. ഞാൻ ഇറാനായിട്ട് 25 വർഷം പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഇറാനിൽ പോയി 25 വർഷം ഉണ്ടായിരുന്നു.
ദുബായിൽ ബിസിനസ്സാണ് എനിക്ക്. ഞാൻ എപ്പോഴും ബിസിനസ് ചെയ്യേണ്ടി ഇറാനുമായിട്ട് മാത്രം. ആ ഇതിന്റെ യുദ്ധത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അവിടുത്തെ ജനങ്ങൾ ആരും ഈ ഗവൺമെന്റിന് സപ്പോർട്ട് ഇല്ല. അവിടുത്തെ ഗവൺമെന്റ് ആരും അവിടുത്തെ ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. 80% ജന ഈ ഭരിക്കുന്ന റിലീജിയസ് ഗവൺമെന്റിനെതിരാണ്. അതെന്തുകൊണ്ടാണ്? ഈ മത പൗരോഹിത്യം ആണ് പ്രശ്നം. അവിടുത്തെ ജനങ്ങൾ വളരെ ഫ്രീയും നല്ല മനുഷ്യരാണ് അവര്. എനിക്ക് നേരിട്ട് അറിയാം. ഞാൻ ഭാഷ സംസാരിക്കാം. അവരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. ഈ ഇറാൻ എല്ലായിടത്തും പോയി ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവരോട് ഇത്ര നല്ല മനുഷ്യ ലോകത്തില്ല. പക്ഷേ ഈ റിലീജിയസ് ഗവൺമെന്റ് വന്നപ്പോ മുഴുവൻ തകർന്നു വീഴുകയാണ്. അപ്പൊ ഇനി ഈ പകരം ഈ ഷാ കുടുംബത്തിലെ ആളുകൾ വന്നാൽ? ഷാ അല്ല, അവർ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വരും. വിത്തിൻ 1 വീക്ക് ഇറാൻ സറണ്ടർ ആവും. 1 വീക്ക്, ഒരു വീക്കിനുള്ളിൽ ഇറാൻ സറണ്ടർ ആവും. കാരണം എനിക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം തന്നെ അറ്റാക്ക് ചെയ്തപ്പോ അവിടുത്തെ കസ്റ്റമേഴ്സ് പറഞ്ഞു അവർക്ക് യാതൊരു വിധ ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഇത് ലാസ്റ്റ് ചാൻസ് ആണ് അവരുടെ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.